പടം ബേസിക്കലി കുഴപ്പമില്ല. ഒരു വൺ ടൈം തിയേറ്റർ വാച്ച്, ഒരു ആവറേജ് മൂവിയാണ്. സംഭവം ചന്ദനക്കടത്ത് തന്നെയാണ്, പുഷ്പ ലെവലിലേക്കൊന്നുമില്ല. ഇല്ല ഇല്ല, അങ്ങനെ കമ്പയർ ചെയ്യണ്ട. നോവലിനെ നമുക്ക് ആ ലെവലിലേക്ക് മേക്കിംഗ് എത്തിക്കാൻ പറ്റില്ല. അത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഒരുപാട് ഹൈപ്പുകൾ ഈ പടത്തിലുണ്ടായിരുന്നു. ഹൈപ്പിനെ ഒന്നും ആ ലെവലിലേക്ക് മീറ്റ് ചെയ്യാനായിട്ട് ഈ പടത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല ഈ പറഞ്ഞ പോലെ. പിന്നെ നമുക്ക് പറയാൻ പോസിറ്റീവ് സൈഡുകൾ പറയുകയാണെങ്കിൽ ടെക്നിക്കലി സിനിമാറ്റോഗ്രഫി, ജെയ്ക്സന്റെ മ്യൂസിക് പരിപാടി, പിന്നെ മേക്കിങ്ങിലുണ്ട് ഒരു നാടൻ പരിപാടി, മറയൂർ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു കഥയാണ്. തീർച്ചയായിട്ടും ഷമി തിലകൻ്റെ അഭിനയം ഗംഭീരമായിട്ടുണ്ട്. അത് എടുത്തു പറയണം. കാരണം കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം ഒരു മുഴുനീള ചിത്രത്തിലാണ്, ഒരു ഫ്രം ബിഗിനിങ് ടു എൻഡ് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഡിഫറെൻറ്റ് സ്കെയിൽസ് ഓഫ് ഗ്രാഫുകൾ ഗംഭീരമാണ്. നമുക്ക് പല സീനുകളിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛനെ തിലകൻ സാറിന് ഓർമ്മ വരുന്നു. പല സീനുകളിലും ആളുടെ ആ ഒരു ചില ഒരു മാനറിസംസൊക്കെ ആളങ്ങ് ജീവിച്ചേക്കുവാണ്. എടുത്തു പറയേണ്ട കാര്യം. പിന്നെ പറയേണ്ട കാര്യം നായികയുടെ കാര്യം. നായിക പല സ്ഥലത്തും പൃഥ്വിരാജിൻ്റെ മുകളിലേക്ക് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യമാണ്. അത് നമുക്ക് ഭയങ്കര ഗംഭീരമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഒരു ഓക്കെ, കുഴപ്പമില്ല, നോർമൽ. ആ ഒരു അതിൻ്റെ ചെയ്ത് ഹൈപ്പിനൊത്ത് എത്തിയിട്ടില്ല. അങ്ങനെ ഒരു ഓക്കെ, ഒരു തിയേറ്റർ വൺ ടൈം തിയേറ്റർ വാച്ച് മൂവി എന്നുള്ള രീതിയിൽ വന്ന്. തീർച്ചയായിട്ടും സാർ ചെയ്യാൻ ഇരുന്നൊരു മൂവിയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. അദ്ദേഹം ചെയ്യുന്നൊരു പരിപാടി അത് വേറെയാണ്. ആ ലെവലിലേക്ക് എത്തിയെന്നൊക്കെ പലരും ചോദിച്ചു. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ലെവൽ അത് വേറെ ലെവലാണ്. അത് ഇവിടെ പലരും ചോദിച്ചു. പക്ഷേ ഇതുമായിട്ട് അയ്യപ്പനും കോശിയായിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അത് വേറെ സംഭവം തന്നെയാണ്. പക്ഷെ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ.